നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനിക്കൂറാണ്. ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം 4-ാം ഭാവാധിപത്യം കൂടി വഹിച്ച് ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണമുണ്ട്. വ്യാഴപ്പഴവ് കുറച്ചുള്ളൊരു സമയമാണ്. ലഗ്നാധിപതി സ്വയം ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുകയും ശത്രുസ്ഥാനാധിപതി ലഗ്നാൽ 2-ൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ കൊണ്ട് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുക, ദേഷ്യം കൂടുക, എടുത്തുചാട്ടം കൂടുക, തലവേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളും സ്ത്രീ സംബന്ധമായ വിഷയത്തിലൊക്കെ ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കാൻ ഇടവരിക, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭാതകാധിപത്യം വഹിച്ച് കർമാധിപതി 12-ൽ നിൽക്കുന്ന കാരണം കൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്താലും പറഞ്ഞാലും അതൊക്കെ ദോഷമായിട്ട് വരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അപ്പം അങ്ങനെയുള്ള ദോഷഫലങ്ങൾക്ക് പരിഹാരം ചെയ്താൽ അനുകൂലമായ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ഉണ്ട്. കാരണം ലഗ്നാൽ ശുഭമധ്യസ്ഥിതിയാണുള്ളത്. അപ്പം നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളത് കൊണ്ട് വിനോദയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക്, ക്ഷേത്രദർശനം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ്. സഹോദര ഗുണം അനുഭവിക്കാനും പല രീതിയിലുള്ള സഹായങ്ങൾ കിട്ടാനും യോഗമുള്ള സമയമാണ്. അപ്പം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ 4-ൽ നിൽക്കുന്ന രാഹു ഈ കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ, വീട്ടിൽ നിൽക്കുമ്പം വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, വീട് വിട്ടു നിൽക്കാനിട വരിക, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ കർമ്മത്തിൽ കേതു നിൽക്കുന്ന കാരണം തൊഴിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കം വരികയും കർമാധിപതി 12-ൽ നിൽക്കുന്നത് കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുകയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി തൊഴിലെടുക്കേണ്ടി വരികയോ ചെയ്യും. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് അന്യദേശത്ത് നിൽക്കാനുള്ളൊരു യോഗമാണ് ജാതകപ്രകാരം ഈ സമയത്ത് കാണുന്നത്. അപ്പോൾ ശത്രുദോഷ പരിഹാരം നന്നായിട്ട് ചെയ്ത് ശത്രു ദുരിതം പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ കുറച്ച് എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങളും തലവേദനയുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ കാമുകന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് മാനസിക ടെൻഷൻ ഉണ്ടാക്കും. പുത്രസംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ, ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് വിപരീതമായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം 5-ാം ഭാവാധിപതി നീചത്തിൽ നിൽക്കുന്നത് കാരണം നമ്മൾ മക്കളുടെ സ്ഥാനത്തുള്ളവർ, മക്കളൊക്കെ തൊഴിലുമായിട്ടോ വിദ്യാഭ്യാസവുമായിട്ടോ ബന്ധപ്പെട്ടിട്ടോ അന്യദേശത്ത് പോവുക, അപ്പോൾ അത് കാരണം കൊണ്ടുള്ള ഒരു മാനസിക ടെൻഷൻ അനുഭവപ്പെടാനിട വരിക. അതല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി, നമ്മളോട് ശത്രുത, കലഹം, ഇങ്ങനെയുള്ള സ്വഭാവം അവർ കാണിക്കുന്നത് കൊണ്ടുള്ള മാനസിക ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല രീതിയിലും ഈ രീതിയിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാൻ യോഗമുണ്ട്. ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു സ്ഥാനചലനം തൊഴിലുണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് മാറി മറ്റൊരു തൊഴിലിനെ കുറിച്ച് ആലോചിക്കുകയും ആ രീതിയിലേക്ക് ചെയ്യുകയും ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നല്ല വിഷ്ണു ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രത്തിലും നല്ല പരിഹാരങ്ങൾ ചെയ്യുക, ശിവക്ഷേത്രത്തിലും പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.